ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. നമ്മുടെ അടുത്ത് ജോയിനിങ് ആണെന്ന് പറഞ്ഞ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം മുന്നെയാണ് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഷിപ്പ് അലോട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് ഇന്ന് വൈകുന്നേരം തന്നെ കയറണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഊബർ കൊടുത്തിട്ട് നേരെ കൊച്ചിയിലെത്തി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്. വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയോണ്ട് ഒന്നും കഴിക്കുകയും ചെയ്തില്ല, ഒന്നും എടുക്കുകയും ചെയ്തില്ല. സബ്വേ കണ്ടപ്പോൾ അവിടെ കയറി. ഇനിയുള്ള ഫുഡുകൾ എന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും. നമ്മുടെ വീട്ടിലുള്ള ടൈപ്പുള്ള ഫുഡൊന്നും ഇനി കിട്ടില്ല. കുഴപ്പമൊന്നുമില്ല, സബ്വേ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും കഴിക്കാറുള്ള സംഭവമാണ്. വയറ് നിറയുകയും ചെയ്യും. ഇതിപ്പോൾ മീറ്റ് ബോളിൻ്റെ സാൻഡ്വിച്ചാണ് വാങ്ങിച്ചിട്ടുള്ളത്. കുറേ വെജിറ്റബിൾ ഫില്ലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ സീനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ സബ്വേ വാങ്ങുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. ഏകദേശം അരമണിക്കൂറോളം ഡിലേ ആയിട്ടാണ് വന്നേ. നല്ല സംഭവം എത്തിയിട്ടുണ്ട്. എയർ ഇന്ത്യ ഫ്ലൈറ്റാണ്. നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരുന്ന് ഇനി നേരെ മുംബൈയാണ്. മുംബൈയിലെത്തിയിട്ട് ഇറങ്ങും. ഇപ്പം നമ്മൾ നിൽക്കുന്നത് മുംബൈ എയർപോർട്ടിലാണ്. ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് 11 മണിക്ക് കയറി. ഇപ്പോൾ ഇവിടെ ഏകദേശം 1:15 ആകുമ്പോഴത്തേനും നമ്മൾ മുംബൈ എയർപോർട്ടിലെത്തി. ഇനി നമുക്ക് ഇവിടുന്ന് ഇനി അടുത്ത ഫ്ലൈറ്റ് 11:45 രാവിലെയാണ്. അപ്പോൾ ലഗേജ് കളക്ട് ചെയ്തിട്ട് നമ്മുടെ കമ്പനിയുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ പോയിട്ടാണ് സ്റ്റേ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ബെൽറ്റ് നമ്പർ 2 ആണ്. അപ്പോൾ ഇവിടുന്ന് ലഗേജ് കളക്ട് ചെയ്യണം. ലഗേജ് കളക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഗസ്റ്റ് ഹൗസ് പോകണം. ഇന്ന് സ്റ്റേ ഗസ്റ്റ് ഹൗസിലാണ്. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെയാണ് അവിടുന്ന് നേരെ തിരിച്ച് പിന്നെ എയർപോർട്ടിൽ വരണം. പിന്നെ അടുത്ത ഫ്ലൈറ്റ് എടുക്കണം. അപ്പോൾ ആ വരുന്നതാണ് ബ്ലൂ ബാഗാണ് നമ്മുടെ ലഗേജ്. അപ്പോൾ അത് കളക്ട് ചെയ്യുക. എന്നിട്ട് കമ്പനി നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചാൽ അവരവിടുന്ന് ടാക്സി അറേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ടാക്സി കയറി അവിടെ പോയി ഇറങ്ങുക. എന്നിട്ട് സ്റ്റേ അവിടെയാണ് സ്റ്റേ. ഫുഡ് സംഭവങ്ങളൊക്കെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് തന്നെ കിട്ടും ചെയ്യും. അതുകൊണ്ട് സ്റ്റേ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഗസ്റ്റ് ഹൗസൊക്കെ വിളിച്ച് പറഞ്ഞ സമയത്ത് അവർ ടാക്സി അവിടെ നിന്ന് അയച്ച് നമ്മുടെ ലഗേജ് കയ്യിൽ അവർ തന്നെ കയറ്റി തന്ന് നമ്മൾ ഗസ്റ്റ് ഹൗസൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ്. നമ്മൾ എത്തിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് സംഭവങ്ങളും ഏത് ഷിപ്പിലാണ് കയറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് റൂം തരും. റൂമിൽ കയറുക, ഒന്ന് ഫ്രഷായിട്ട് കടന്നുറങ്ങണം. കാരണം നാളെ രാവിലെ മുതൽ പിന്നെയും ഇതേപോലെ ഓരോ ഫ്ലൈറ്റുകളാണ്. ഫുള്ള് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഉറക്കമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കണക്കമായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ഫ്രഷാകുക, കടന്നുറങ്ങുക. റൂമൊക്കെ അടിപൊളി റൂമാണ്. 3 സ്റ്റാർ ഫെസിലിറ്റിയൊക്കെ ഉണ്ട്, AC സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 2 ബോട്ടിൽ വെള്ളം അവർ തന്നിട്ടുണ്ടായിരുന്നു. ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കും. ഇന്ന് വേറെ സീനൊന്നും വരില്ല അങ്ങനെ. നമ്മൾ 8 മണിക്ക് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി. അവരുടെ ടാക്സിയിൽ തന്നെ നമ്മളെ എയർപോർട്ടിൽ വന്ന് ഡ്രോപ്പ് ചെയ്തു. ഇനി ചെക്ക് ഇൻ ചെയ്യണം. ചെക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ ഇമിഗ്രേഷൻ, സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിരിക്കും. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറാം. അപ്പോൾ നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി. അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെ സെക്യൂരിറ്റി റീസൺ ഉള്ളത് കാരണം നമ്മളെ വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കില്ല. നമ്മുടെ ഗേറ്റ് നമ്പർ വരുന്നത് 74 പിന്നെ 74 പോയിട്ട് അവിടെ റെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം 9:15 ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് വരുന്നത് 11:45. ഇപ്പോൾ ബോർഡിംഗ് ടൈം വരുന്നത് 11 മണിയാണ്. അപ്പോൾ 11 മണിക്ക് കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പറ്റുള്ളൂ. അതുവരെ നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് മുംബൈയിൽ നിന്ന് ഇനി സിംഗപ്പൂർക്ക് പോകണം. പിന്നെ അവിടെ ആയിരിക്കും. അവിടുന്ന് പിന്നെ സിംഗപ്പൂരിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് പിന്നെ നമ്മുടെ ഗ്ലാഡ്സ്റ്റോൺ എന്ന് പറഞ്ഞ പോർട്ടിൽ നിന്നാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പം പിന്നെ നമ്മുടെ ഗേറ്റ് നമ്പർ കണ്ടുപിടിക്കണം. അതാണ് ടാസ്ക്. ഇതാണ് 3 ബോർഡിംഗ് പാസ്സാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് സിംഗപ്പൂരിൽ നിന്ന് ബ്രിസ്ബെയിൻ നിന്ന് ഗ്ലാഡ്സ്റ്റോൺ. ഇപ്പം നമ്മളുള്ളത് സിംഗപ്പൂർ എയർപോർട്ടിലാണ്. സിംഗപ്പൂർ എയർപോർട്ട് ഒരു സംഭവമാണ്. നമുക്ക് എപ്പോൾ എങ്ങോട്ട് പോകാമെന്നുണ്ടെന്നുണ്ടെങ്കിലും കമ്പനി നടത്തിയ കണക്ഷൻ ഫ്ലൈറ്റ് സിംഗപ്പൂർ എയർപോർട്ടായിരിക്കും. പിന്നെ അവിടെ കുറച്ച് ലേ ഓവർ ഉണ്ടാവും. ഏകദേശം മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും അവരവിടെ പിടിച്ചിടും. ആ സമയത്ത് സിംഗപ്പൂർ എയർപോർട്ട് ആയതുകൊണ്ട് എന്തൊരു ഗുണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ പല സംഭവങ്ങളും നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു അക്വേറിയമാണ്. ഒരു എല്ലാം നാച്ചുറലായിട്ട് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അക്വേറിയമാണ്. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി അക്വേറിയം മാത്രമല്ല നമുക്കിവിടെ കാണാൻ ഉള്ളത്.
ഈ കാണുന്നത് എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ ഒരു ചെറിയൊരു ഫോറസ്റ്റ് സെറ്റപ്പാണ്. അവർ മൈക്കിലല്ല സ്പീക്കറിൽ പക്ഷികളുടെ സൗണ്ടൊക്കെ വെച്ചിട്ട്, വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ വെച്ചിട്ട് ഒരു ഫോറസ്റ്റിൻ്റെ ഒരു വൈബ്, അതേമാതിരി ചെറിയൊരു പോണ്ട്, അതിൽ കോഴിക്കാർപ്പൊക്കെ ഉണ്ട്. വൈബാണ് കാണുന്നത്. നമുക്കിവിടെ ടൈം ഇനിയിപ്പോൾ ഒരു 6 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാലും എയർപോർട്ട് ഫുള്ള് ചുറ്റി കാണുന്നത് കൊണ്ട് ആ ഒരു ടൈം പോയി കിട്ടും. അതുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു ബോറിങ് ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ് അവർ മിക്ക ടൈമിലും കണക്ഷൻ ഫ്ലൈറ്റ് സിംഗപ്പൂർ വഴി കൊടുക്കുന്നത്. അത് ആ ഒരു കാരണം മാത്രമല്ല, അവർ മറ്റേ ക്യാഷ് അവർക്ക് സേവ് ചെയ്യാൻ വേണ്ടി നോക്കും ചെയ്യും. എന്നാലും നമുക്കതൊരു അഡ്വാൻറ്റേജാണ് നമ്മൾ സിംഗപ്പൂർ വഴി വരുന്ന സമയത്ത്. ഇനി ഇത് മാത്രമല്ല, ഇനിയുണ്ട്. ഈ കാണുന്നത് എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ ചെറിയ ഒരു പാർക്കാണ്. ഇതൊക്കെ ഫ്രീ ആണ്, നമുക്ക് പേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയൊരു റെസ്റ്റോറൻറ്റും ഉണ്ട്. ഇതും എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ളതാണ്. ഇതും ചെറിയൊരു ഫോറസ്റ്റ് സെറ്റപ്പാണ്, ചെറിയൊരു വെള്ളച്ചാട്ടം സെറ്റപ്പും, അതിൽ നല്ല ഫിഷസും സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ടുകൊണ്ടിരിക്കാം, ടൈം പോവുകയും ചെയ്യും. ഒരു വൈബാണ്. പിന്നെ അവിടെ ഫുള്ള് സ്പീക്കറൊക്കെ വെച്ചിട്ട് അവർ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ് ഇവിടെ. നമുക്ക് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ അവർ തന്ന ഫുഡാണ് പ്രൗൺസിൻ്റെ എന്തൊരു സംഭവമാണ്, ഒരു സിംഗപ്പൂർ സ്റ്റൈൽ ഫുഡാണ്. സംഭവം അടിപൊളിയുണ്ടായിരുന്നു. പിന്നെ ഒരു ബണ്ണ്, മിൽക്ക്, പിന്നെ സ്വീറ്റ്സ്, ഒരു ബോട്ടിൽ വെള്ളം, അതൊക്കെയാണ് അവർ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് തന്നെ. പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് അതും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും കിട്ടുക വിൻഡോ സൈഡ് സീറ്റാണ്. ഇത് നമ്മൾ ബ്രിസ്ബെയിനിലെത്തിയിട്ട് ബ്രിസ്ബെയിനിൽ നിന്ന് ഗ്ലാഡ്സ്റ്റോണിക്ക് കയറിയ ഫ്ലൈറ്റാണ് ഈ കാണുന്നത്. ചെറിയൊരു ഫ്ലൈറ്റാണ്, ആകെ കുറച്ച് പേരേ അതിലുള്ളൂ. ഗ്ലാഡ്സ്റ്റോൺ പോർട്ടിൽ ഏജൻറ്റ് വന്ന് നിൽക്കുന്നുണ്ടാവും. അവർ ടാക്സിയിൽ കയറുക, ഇനി ഷിപ്പ് പോയി കയറുക, അത്രയേ ഉള്ളൂ ഇനി ബാക്കി. അങ്ങനെ നമ്മൾ ഷിപ്പിലെത്തിയിട്ടുണ്ട്. ഷിപ്പ് ഇപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്ലാഡ്സ്റ്റോൺ പോർട്ടിൽ. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിൽ കയറാം. ഇത് പുറത്തെ ഡോറാണ്, തുറന്ന് നമുക്ക് ഉള്ളിൽ കയറാം. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ആലിവേ. ഇത് സ്പെയർ ക്യാബിനാണ്. നമ്മുടെ ക്യാബിൻ അവർ ക്ലീൻ ചെയ്തിട്ട് നാളെ കിട്ടുള്ളൂ. അപ്പോൾ നാളെ നമ്മുടെ ക്യാബിനിക്ക് ഷിഫ്റ്റ് ചെയ്യണം. ക്യാബിൻ ടൂറൊക്കെ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.